അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് വിഷയം എന്ന് പറഞ്ഞാണ് വിശേഷം എന്നായി. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്നറിയാം, നമ്മളെ രേണുസുതി തന്നെയാണ്. കാരണം ഇന്നലെ രേണുസുതിയുടെ ഒരു മറ്റേ ഇത് കണ്ടു, ഞാൻ ഒരു ബൈറ്റ് കണ്ടു. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോസ് ഇട്ടിരുന്നു അവളെ കുറിച്ചിട്ട്. അപ്പോൾ അത് തന്നെ അതിലൊക്കെ അവൾ പറയുന്നതിൽ ഞാൻ പറഞ്ഞ വാക്കുകളും അവൾ പറയുന്നതിലുണ്ട്. കാരണം കീമോ അതേമാതിരി കയ്യിൽ കൊടുത്തിക്കണ ബാൻ അതൊക്കെ നുണയാണ്, അതൊന്നും ഉള്ളതല്ല എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു കഷ്ടമായൊരു രംഗം എനിക്ക് തോന്നിയതാണെന്നറിയോ. നമ്മളെ കുടുംബത്തിൽ അത് അനുഭവിച്ചുകൊണ്ടാട്ടോ മനസ്സിലാവണത്. വിഗ് എടുത്ത് മാറ്റിയില്ലേ, ആ വിഗ് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എനിക്ക്. കാരണം എന്താ വെച്ചെങ്കിൽ മുടിയൊക്കെ പോയി 4 കീമോ കഴിഞ്ഞു എന്ന് പറയുന്നത്. ആ 4 കീമോ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് പറയുന്നത്. തീരെ വയ്യ. അതവൾ പറയുന്നത് കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ കീമോ കഴിഞ്ഞ ഒരു 15 ദിവസത്തിന് ഈ നമ്മളിങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന മാതിരി ഓക്കാനിച്ച് കൊണ്ട് തന്നെ ഇരിക്കുക. കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ ഞാൻ കണ്ടിരുന്നതാണ്. ഞങ്ങൾ കീമോ കൊടുത്ത് 3 ദിവസം ആസ്പത്രിയിൽ കിടന്നിട്ടാണ് പിന്നെയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആകുക. ഈ 3 ദിവസം അവർ ആസ്പത്രിയിൽ നിന്ന് തന്നെ നമുക്ക് വലിയൊരു ബേസൻ തരും. വലിയൊരു ബേസൻ എന്ന് വെച്ചാൽ ഒരു പാകത്തിനുള്ളൊരു ബേസൻ തരും. കാരണം ഛർദ്ദിക്കുകയാണെങ്കിൽ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളത് പറയുന്നത് ശരി തന്നെയാണ്. കാരണം ഒന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല, കഴിച്ച വൊമിറ്റിങ് വരും. ഈ 15 ദിവസം വൊമിറ്റിങ് വന്നുകൊണ്ടും ആഹാരം കഴിക്കാതെ എണിക്കാൻ വയ്യാതെ അങ്ങനെ അവൾ ആ കീമോ കൊടുത്തിട്ട് 15 ദിവസം കിടക്കുന്നതിനെ കുറിച്ച് പറയുന്നതെല്ലാം 100% സത്യമാണ്. കാരണം നമുക്കത് അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞാലാണ് കുറേശ്ശെ എണിക്കാനും കുറച്ച് കഞ്ഞി കുടിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ തോന്നുക. അതല്ലാതെ ഇതല്ല. പിന്നെ അവൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. കാരണം സംസാരിക്കാൻ. പിന്നെ അതിൻ്റെ പ്രായമല്ലേ ആയിട്ടുള്ളൂ. എൻ്റെ അമ്മക്ക് പറഞ്ഞാൽ 10-60 വയസ്സുണ്ടായിരുന്നു. അവളങ്ങനെയല്ല, 10-30 വയസ്സ് 35 വയസ്സായിട്ട് 34 വയസ്സായിട്ടുള്ള ആളല്ലേ. അപ്പോൾ അതിൻ്റേതായ ആ പ്രസരിപ്പും ഇതും മനസ്സിനുണ്ടാവുകയും ചെയ്യും. അപ്പോൾ പിന്നെ തന്നെയല്ല, ഇതിന്ന് ജയിച്ച് വരണം എന്നുള്ളൊരു പ്രതീക്ഷ അവൾക്ക് നന്നായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ കാര്യം ഇനി വയസ്സായില്ലേ, ഇനി നമ്മൾ ഇതിന്ന് രക്ഷപ്പെടില്ല, ഇനി വയസ്സായി, ഇനി നമ്മൾ ഇതിന്ന് രക്ഷപ്പെടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസത്തിലാണ് ഡോക്ടർ 4 മാസം മലബാർ ക്യാൻസർ സെൻ്ററിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മക്ക് 4 മാസം പറഞ്ഞത് 10 വർഷമായിരുന്നു. അത് ഞങ്ങൾ കൊടുക്കുന്ന ആത്മവിശ്വാസം, ഞങ്ങൾ കൊണ്ടുപോകുന്ന ആസ്പത്രിയും അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും, എന്ത് പറഞ്ഞാലും അപ്പോൾ കൊണ്ടുപോകും. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് കൊണ്ടാണ് അത്രയും വർഷം ഇരിക്കാൻ പറ്റിയത്. പക്ഷേ ഇവൾക്കും ചെറുപ്രായതുകൊണ്ട് മാറിക്കിട്ടണം. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് ആര് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ ഒരു മനുഷ്യനെ എന്തൊക്കെ പറയാൻ പാടില്ല അതെല്ലാം പറയുന്നത്. സംഭവം ശരിയാണ്. അവൾ കുറേ മുമ്പ് കുറേ റീൽസുകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചിലവർക്ക് അംഗീകരിക്കാൻ പറ്റും, ചിലവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് അവൾ ആദ്യം ചെയ്തിരുന്ന റീൽസുകൾ ഫുള്ളായിട്ടൊന്നും അതേമാതിരി തന്നെ ഇത് വെച്ചിരുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമല്ല. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു മനുഷ്യന് വരുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാനുള്ള പ്രചോദനം ആ മനുഷ്യന് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴെങ്കിലും നമ്മൾ വെറുതെ വിടണം. കാരണം ആ സമയത്തെങ്കിലും നമ്മൾ വെറുതെ വിടണം. കാരണം ഒരു ശവത്ത് കുത്തുന്ന മാതിരിയാണ് ഇപ്പോൾ അത്രയ്ക്കുള്ള കമൻറ്റുകളൊക്കെ ഇടുമ്പോഴും അവൾ പറയുന്നുണ്ട്. പല കമൻറ്റുകളും നീ ചത്തുപോയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷേ അതങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഈ രോഗങ്ങളെന്ന് പറഞ്ഞ സംഭവം ഒരാൾക്ക് മാത്രമല്ല നമ്മളെ സൃഷ്ടാവ് തരുന്നത്. ഏത് സമയത്തും നമ്മൾക്കും അത് വരാം. അപ്പോൾ നമ്മളും ചിന്തിക്കണം. അപ്പോൾ ഇതേമാതിരി ഈ കമൻറ്റ് ഇട്ട ആൾക്കാർ, ഇങ്ങനെയുള്ള മോശമായ കമൻറ്റ് ഇടുന്ന ആൾക്കാർ തന്നെ ഒരു പക്ഷേ അവർക്ക് വരുമ്പോൾ അവർ സ്വയം ചിന്തിക്കും. കാരണം ഇതൊന്നും ആർക്കും സ്ഥിരമായിട്ട് നിനക്ക് തരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുന്നില്ലല്ലോ. നമ്മളും അതിൻ്റെ ആവാതിരിക്കാം. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന മാതിരി ഒരു ജീവനോടെ കിടക്കുന്ന ഒരു ശവം എന്ന് പറയാം. നല്ല ഉഷാറുണ്ട്, പക്ഷേ രക്ഷപ്പെട്ട് വരട്ടെ. അപ്പോൾ കഴിയുന്നതും മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. അതൊരു രോഗമുള്ള സമയത്ത് അവൾ പറയുന്നത് ശരിയാണ്. ഒരു രോഗം, അങ്ങനത്തെ ഒരു രോഗമുള്ള സമയത്ത് എല്ലാവരും പ്രോത്സാഹനം കൊടുക്കും. അത് അവൾ ആദ്യം ചെയ്ത അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ പറയുന്നത്. ആദ്യം ചെയ്ത് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നാൽ അവൾ നന്നായി വരും എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം പറയട്ടോ, ഞാൻ ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ
എല്ലാവരും ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ പറയാൻ. അടുത്ത വീഡിയോസായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.